നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദേശീയ പാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവ്. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ 7 കോണിനും ചീരങ്കാവിനും മധ്യേ തേക്കുമരം കടപുഴകി. മലയോര മേഖലയിൽ പുലിപ്പേടി. ക്യാമറ സ്ഥാപിച്ച് വനംവകുപ്പ്. അഞ്ചൽ റേഞ്ച് ഉൾപ്പെടുന്ന പത്തടി തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ. പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്ന് ആരോപണം. LDFന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും. LDF പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച. പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടക്കും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ പാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവാകുന്നു. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ 7 കോണിനും ചീരങ്കാവിനും മധ്യേ തേക്കുമരം കടപുഴകി റോഡിലേക്ക് പതിച്ചു. കഴിഞ്ഞ ദിവസവും ഇവിടെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് 7 കോണിനും ചീരങ്കാവിനും മധ്യയാണ് 2 ദിവസം മുമ്പ് യൂക്കാലിമരം റോഡിന് കുറുകെ മറിഞ്ഞു വീണത്. തൊട്ടു പിന്നാലെ ചൊവ്വാഴ്ച രാവിലെയും തേക്കുമരം റോഡിന് കുറുകെ കടപുഴകി. നിരന്തരം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. അധികാരികളുടെ ഇത്തരത്തിലുള്ള അശ്രദ്ധ വലിയ ദുരന്തത്തിലേക്ക് നയിക്കാമെന്ന് പ്രദേശവാസികളും പറയുന്നു. ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ തലനാഴിഴയ്ക്കാണ് ഇരുചക്ര വാഹന യാത്രികർ രക്ഷപ്പെട്ടത്. സമീപത്ത് KSEB ഓഫീസ് ഉള്ളതിനാൽ വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചു. അതിനാലാണ് ദുരന്തം ഒഴിവായത്. റെയിൽവേ സ്റ്റേഷൻ മുതൽ SBIക്ക് എതിർവശം വരെയുള്ള വളവ് വരെ അനേകം മരങ്ങൾ ജീവന് ഭീഷണിയായി നിലനിൽക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികൾ മൗനത്തിലാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികവ് 2025 എന്ന പേരിൽ അനുമോദനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്കാണ് അനുമോദനം ഒരുക്കിയത്. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. മികവ് 2025 എന്ന പേരിലായിരുന്നു പരിപാടി. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്ക് എല്ലാ വർഷവും നടത്തിവരുന്ന അവാർഡ് വിതരണത്തിന്റെ ഭാഗമായാണ് അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചത്. PS സുബാൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള പ്രോഗ്രാം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ അധികാരികതയോടെയാണ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളെ നമുക്ക് അഭിനന്ദിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തനങ്ങൾ അറിയാവുന്നവരാണ് നമ്മുടെ അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സൂരജ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. D. വിശ്വസേനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം C. അംബികകുമാരി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി, V. മുരളീധരൻ നായർ, TK ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, TR ജയകുമാർ, സിന്ധു ദിലീപ്, AJ ജനീഷ്, അനന്തുകൃഷ്ണൻ, ബീന സോദരൻ, S. ഉഷാകുമാരി, വിജേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഭാഗ്യ നയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പരിപാടിയിൽ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച രാമപുരം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കുമുള്ള അവാർഡ് ദാനം ചൊവ്വാഴ്ച നടക്കും. പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടത്തും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യു പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും.
പൊതുവെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമായ ഉൽപ്പന്നങ്ങളാണ്. അത് പാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പറ്റുന്നുണ്ടെങ്കിലും പല മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിൽക്കുന്ന പാലിന്റെ ഒരു അംശം പോലും വിൽക്കാൻ മറ്റ് എല്ലാവരും കൂടെ ചേർന്നാലും നടക്കാത്തൊരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം ജനപ്രിയ ഉൽപ്പന്നങ്ങളായിട്ടാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. യു പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിക്കും. 2025-26 വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖ പ്രകാശനം മിൽമ ചെയർമാൻ KS മണി നടത്തും. റിവോൾവിംഗ് ഫണ്ട് വിതരണം, പെൺകുട്ടികൾക്കുള്ള സമ്പാദ്യതുക വിതരണം, സാന്ത്വന സ്പർശം ധനസഹായ വിതരണം, ക്ഷീരസുമംഗലി വിവാഹ ധനസഹായം, മരണാനന്തര ധനസഹായ വിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങിയവ ഇതോടൊപ്പം നടത്തും. അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പ്രധാനമായും മിൽമയിലെ 14 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, ഞാൻ ഉൾപ്പെടെ അവരുടെയും സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടാകും. നല്ല പ്രസിഡന്റുമാരുണ്ടാകും. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനമായിട്ട് കൂടുതൽ പ്രസിഡന്റുമാരുണ്ടാകുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. മറ്റുള്ളിടത്തൊന്നും വരാതെ അറിയാവുന്ന ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ചായിരിക്കും. ഏകദേശം 650 പേരുടെ സാന്നിധ്യം താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകും. ചെയർമാൻ മണി വിശ്വനാഥ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR മോഹനൻ പിള്ള, വാസുദേവൻ ഉണ്ണി PG, ഡയറക്ടർ ബോർഡ് അംഗം ആയപ്പറമ്പ് രാമചന്ദ്രൻ, TK പ്രതുലചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി CA തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ബഹുജന മാർച്ചും ധർണയും നടത്തി. പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചാണ് LDF പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന ധർണയിൽ ഒരു വൻപിച്ച വിജയമാക്കുവാൻ മുഴുവൻ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പന്മന പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വികസന പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പണം മുഴുവൻ പഞ്ചായത്തിന്റെ വികസനത്തിനായി ചെലവഴിക്കുക, തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ പുതുക്കിപ്പണിത് സഞ്ചാരയോഗ്യമാക്കുക, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ആരംഭിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് ആശ്വാസം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും ആരംഭിച്ച ധർണ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. LDF പന്മന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം കൊണ്ട് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇത് പ്രസിഡന്റ് അടിക്കടി മാറ്റുന്നത് മൂലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതാണ് പന്മന പഞ്ചായത്തിലെ ബഹുജനങ്ങൾ ഈ നാടാകെ പറയുന്നത്. ഇത് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടമാണ്. ഈ പഞ്ചായത്തിലെ പ്രാദേശിക ഭരണകൂടമാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി. ആ പഞ്ചായത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിലുള്ളതാണ്. വൈദ്യുതി എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിലുള്ളതാണ്. ഈ പഞ്ചായത്തിലെ റോഡുകൾ, ഗ്രാമീണ ജനങ്ങൾ നടന്നു പോകുന്ന റോഡുകൾ മുഴുവൻ നന്നാക്കി സുഗമമായി ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിനാണ്. അതോടൊപ്പം ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് ഒട്ടനവധി സംരംഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയെല്ലാം പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങി ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നിരിക്കെ അതിനൊന്നും യാതൊരു സ്ഥിതിയുമില്ല. എന്താണ് പന്മന പഞ്ചായത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി? മുരളി അധ്യക്ഷത വഹിച്ചു. R രവീന്ദ്രൻ, PK ഗോപാലകൃഷ്ണൻ, R സുരേന്ദ്രൻപിള്ള, J അനിൽ, KG വിശ്വംഭരൻ, L വിജയൻ നായർ, MV പ്രസാദ്, ഷീന പ്രസാദ്, KA നിയാസ്, സന്തോഷ്, അഹമ്മദ് മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത വിദ്യാലയം, ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഹരിത വിദ്യാലയം, ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം PTA പ്രസിഡന്റ് ബീന ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മുടെ ശുചിത്വ സമൃദ്ധ വിദ്യാലയം ഉണ്ടായിരുന്നു.
ആ ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നമ്മുടെ ആരാധ്യയായിട്ടുള്ള നമ്മുടെ AOയും മുൻപ് ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ടീച്ചറും ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസും കഴിഞ്ഞ പ്രാവശ്യത്തെ കോർഡിനേറ്ററും നമ്മുടെ PTA പ്രസിഡൻറ്റും നമ്മുടെ സീനിയർ അസിസ്റ്റൻറ്റും നമ്മുടെ രാജേന്ദ്രൻ സാറും അതുപോലെ തന്നെ ഇനി എനിക്ക് ശേഷം ഇവിടെ പ്രതികരിക്കുന്ന നിങ്ങളിൽ രണ്ടുപേരും നമ്മുടെ കൽഹാരയും പിന്നീട് ഇവിടെ നമ്മളിതിന് ചുമതല വഹിക്കുന്ന കോർഡിനേറ്റർമാരായിട്ടുള്ള ടീച്ചർമാരും ഒക്കെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ കുട്ടിപ്പട്ടാളം എന്ന് രാജേന്ദ്രൻ സാർ പറഞ്ഞെങ്കിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വത്തിന് വേണ്ടി അണിനിരക്കുന്ന അംബാസിഡർമാരായി മാറ്റുകയാണ്. ആരായി മാറ്റുകയാണ്? അംബാസിഡർമാരായി. പക്ഷെ പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട് ഒരാളിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ആളാണ് ശുചിത്വ അംബാസിഡറായിരിക്കുന്ന കൽഹാര ശിവ. ക്ലിയറല്ലേ? കൽഹാര ശിവ എല്ലാവർക്കും പരിചയമുണ്ടോ? ഇവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുമോ? ഒന്ന് എഴുന്നേറ്റ് നോക്കണം, കൈ വീശിക്ക് നോക്കണം. പരിചയമുണ്ടോ? ഓക്കെ ആണോ? ഒരു നല്ല കൈയടി കൊടുത്തേ കൽഹാര. പ്രസ്തുത പരിപാടിയിൽ ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK മുഖ്യാതിഥിയായി. സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കുട്ടികളോട് സംവദിച്ചു. തുടർന്ന് അധ്യാപകരായ ബിന്ദു, ആനന്ദ്, ജോത്സില, അഞ്ജു, സുധാമണി, റോജ മാർക്കോസ്, പ്രീതകുമാരി, ഗായത്രി, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെനിക്ക്. നല്ല ക്ലാസ്സായിരുന്നു. സാറ് പറഞ്ഞ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ശുചിത്വ ക്ലബിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് നിൽക്കണം. ന്യൂസ് ബ്യൂറോ, ചവറ. വെള്ളക്കെട്ടിൽ വലഞ്ഞ കുടുംബം. കരുനാഗപ്പള്ളി ആലങ്കടവ് മൂന്നാമൂട് വടക്കു ഭാഗത്താണ് സംഭവം. പലതവണ പരാതി നൽകിയിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് കുടുംബം പരാതി പറയുന്നു. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി 2-ാം വാർഡ് ആലങ്കടവ് മൂന്നാമൂട് വടക്കു ഭാഗം പറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന 71-കാരി പൊന്നമ്മ, 85 വയസ്സുകാരി ദിനമണി എന്നിവരാണ് വെള്ളക്കെട്ടാൽ വലയുന്നത്. വീടിന് ചുറ്റുപാടും വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടാണ് സാറേ. ഇവിടെ എല്ലാം 3-4 ദിവസമായി ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പ്രായമായ അച്ഛന് മാത്രമല്ല, അച്ഛന് ഒരുപാട് രോഗങ്ങളുള്ളതാണ്. വെള്ളം പോകാൻ ഒരു മാർഗവുമില്ല. പലതവണ നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം പരാതി കൊടുത്തിട്ടുള്ളതും ഒക്കെ ഈ വെള്ളം പോകാനൊരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ നമുക്കൊരു നടപടി ഉണ്ടായിട്ടില്ല. വാർഡ് കൗൺസിലിന് ഇത് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം ഈ വാർഡിലോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? പുറത്തോട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ പോലും പോലും പറ്റാത്ത അവസ്ഥയാണ്. നല്ല കുടിവെള്ളം കുഴൽ പൈപ്പിൽ വെള്ളമാണ്. ഈ വെള്ളമല്ലേ നമ്മൾ കുടിക്കുന്നത്. പലവിധമായ രോഗങ്ങളുമായിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. പലതവണ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് പരാതി പറഞ്ഞെന്നും കുടുംബം പറയുന്നു. പ്രായാധിക്യത്താൽ പല അസുഖങ്ങളും നേരിടുന്നവരാണ് കുടുംബാംഗങ്ങൾ. എന്നാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് വീടിന് ചുറ്റുപാടും വെള്ളം കെട്ടിനിൽക്കാൻ കാരണം. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പിന്നെ വീടിന് തന്നെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലായിടും തെന്നി വഴുക്കലും ഒക്കെ ആയിട്ട് വീണുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടില്ല. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് നടപടി എടുത്തു നമുക്കറിയില്ല. ഇതുവരെ നമ്മളാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാരും ഒന്നും. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണും എടുക്കത്തില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി ഈ വെള്ളക്കെട്ടിൽ ഞങ്ങളെ രക്ഷിക്കണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തലയ്ക്ക് മുകളിൽ പതിയിരിക്കുന്ന വലിയ അപകടത്തിന്റെ ആശങ്കയിൽ നിരവധി വീട്ടുകാർ. പോരുവഴി ചാണായിക്കുന്നം ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആഞ്ഞിലി മരമാണ് ഭീഷണി ഉയർത്തുന്നത്. 16 ദിവസമായി മരം ഇത്തരത്തിൽ ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നിലയിലാണ്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ഇലക്ട്രിക് ലൈന് മുകളിലേക്ക് സമീപത്തു നിന്ന ആഞ്ഞിലി മരം ചാഞ്ഞു വീണത്. പോരുവഴി ചാണായിക്കുന്നം ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ഏകദേശം 16 ദിവസമായി സംഭവം നടന്നിട്ട് KSEB അധികൃതർ, പഞ്ചായത്ത് അധികൃതർ എന്നിവരെ പ്രദേശവാസികൾ വിവരമറിയിച്ചു. എന്നാൽ ഇതുവരെയും ലൈനു മുകളിൽ നിന്ന് മരം നീക്കാനുള്ള നടപടികൾ ആയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച് എന്നിട്ടൊന്നും യാതൊരു വിവരവും ഇല്ല. KSEB ആദ്യമേ അറിയിച്ച്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡിന്റെ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് മെമ്പറെ കണ്ട് പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറെ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു പറഞ്ഞു.
എന്നിട്ടൊന്നും ഇതൊന്നും ധാരണയായിട്ടില്ല. ഇത് കൊച്ചുകുട്ടികളടക്കം യാത്ര ചെയ്യുന്ന വഴിയായതല്ലേ? ഈ കൊച്ചുകുട്ടികൾ മാത്രമല്ല, ഇത് മുതിർന്നവർ പോകുന്നുണ്ട്, ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റ് യാത്രക്കാർ, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നു പോകുന്ന വഴിയാണിത്. ചക്കോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, ആ പിള്ളേരെ വിളിക്കാൻ വരുന്ന വണ്ടികളുണ്ട്. ഇതെല്ലാം അധികൃതർക്ക് അറിയാം. അതറിയാം. ഇതിന് പരിഹാരം കണ്ടിട്ടില്ല ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. മരം വീണ് കിടക്കുന്ന ലൈൻ വഴി ഇപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. മറിഞ്ഞു കിടക്കുന്ന മരത്തിലും വൈദ്യുതി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. സംഭവത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കാട് മൂടിയും മാലിന്യം നിറഞ്ഞും ഒരു റോഡ്. അധികൃതർ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കണമെന്ന് പ്രദേശവാസികൾ. പോരുവഴി അമ്പിയിൽമുക്ക് ജംഗ്ഷൻ സമീപമാണ് കനാൽ റോഡ് മാലിന്യം നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുന്നത്. പോരുവഴി അമ്പിയിൽമുക്ക് ജംഗ്ഷന് സമീപമാണ് കനാൽ റോഡ് മാലിന്യം നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുന്നത്. കാട് മൂടിയത് കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ശാസ്താംകോട്ട പഞ്ചായത്തിന്റെയും പോരുവഴി പഞ്ചായത്തിന്റെയും പറണിക്കാവ് ചക്കുവള്ളിക്കുള്ള ശൂരനാട് പഞ്ചായത്തും ഇതിനകത്ത് ഉൾപ്പെടുന്ന ചക്കുവള്ളി തൊട്ട് പറണിക്കാവ് വരെ പോകുന്ന പ്രധാനപ്പെട്ട കനാൽ റോഡാണ് KIP കനാൽ റോഡ്. സിനിമാ പറമ്പിൽ ചെന്നിറങ്ങി വേണമെങ്കിൽ ചക്കുവള്ളി പറണിക്കാവ് ടച്ച് ചെയ്യാതെ കടപുഴയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. 25-30 വർഷം വീതം MPയും MLAയുമായി ഇരിക്കുന്ന ആൾക്കാർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. MLA ഒരു പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തതുമാണ്. ഇവിടെ കിടക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ വേസ്റ്റ്, ആശുപത്രി മാലിന്യം, വീടുകൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവയാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വർക്ക്ഷോപ്പിലെ വേസ്റ്റ് ഈ രണ്ട് സൈഡും നിറച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കാട് മൂടിയ അവസ്ഥയിലാണ്. ഇത് കാണുന്നവർക്ക് തന്നെ അറിയാം റോഡാണോ തോടാണോ എന്താന്ന്. ഇതുവരയ്ക്കും MLA ആകട്ടെ MP ആകട്ടെ ഇവരാരും ഇതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ 3 or 4 വാർഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അവർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? MLA ഒരു പ്രാവശ്യം കണ്ട് MLAക്ക് ഞങ്ങൾ പോയി കൂട്ടത്തോടെ പോയി നിവേദനം വരെ കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇതിന് ഫണ്ടില്ല. അവർ ബാക്കിയുള്ള എവിടെയെങ്കിലും ഒരു ലൈറ്റ് കുത്തുന്നതിന് പരസ്യം കൊടുക്കാൻ വേണ്ടിയും അല്ലാതുള്ള കാര്യങ്ങളാണ്. MP ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല. എവിടെയെങ്കിലും ഒരു ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതിലുപരി MLA ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ എവിടെയെങ്കിലും 10 പേര് കൂടുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റോഡ്. ഇതിൻ്റെ അവസ്ഥ എന്ന് മാറും. KIP എടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഴയോടൊപ്പം വീശിയ കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു. കുണ്ടറ നാന്ത്രിക്കൽ കുന്നുവിള വീട്ടിൽ വിമലയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന്റെ മേൽക്കൂര തകർന്നു. ഭിത്തികൾക്കും വിള്ളൽ സംഭവിച്ചു. കുണ്ടറ നാന്ത്രിക്കലിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് മരം കടപുഴകി വീടിന് മുകളിൽ വീണത്. വീട് ഭാഗികമായി തകർന്നു. നാന്ത്രിക്കൽ കുന്നുവിള വീട്ടിൽ വിമലയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. രാത്രി 10 മണിയോടെ പ്രദേശത്ത് വീശിയ ശക്തമായ കാറ്റിൽ വീടിനോട് ചേർന്ന് നിന്ന മരം കടപുഴകി വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിക്കുകയായിരുന്നു. മേൽക്കൂര ഭാഗികമായി തകർന്നു. വീടിന്റെ ഭിത്തികളിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രി വൈകി സമീപവാസികൾ ചേർന്ന് മരം മുറിച്ചു നീക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ധീരസൈനികന് ആദരവ് നൽകി സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ഭാരതീപുരം സ്വദേശി ഹവീൽദാർ ലിജോ ലാലുവിനെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ധീരസൈനികന് ആദരവ് നൽകി സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. ഭാരതത്തിന്റെ യശസ് വാനോളമുയർത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഭാരതീപുരം സ്വദേശി ഹവീൽദാർ ലിജോ ലാലുവിനെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ലിജോ ലാലു എന്ന ധീരജവാനെ ആദരിക്കുന്നതിലൂടെ ഭാരതത്തിലെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മുഴുവൻ ജവാന്മാർക്കുമുള്ള ആദരവായാണ് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ചടങ്ങ് സംഘടിപ്പിച്ചത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത് ഉദ്ഘാടനം ചെയ്തു.
അതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഏത് ഘട്ടത്തിലും ഇന്ത്യയെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന രാജ്യവും. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും വിജയക്കൊടി പാറപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ എല്ലാം ശക്തി ഇന്ത്യൻ പട്ടാളമാണ്. എനിക്ക് മുന്നേ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഫാദർ പറഞ്ഞു, നമ്മുടെ 26 ജീവനുകൾ ഭീകരന്മാർ വകവരുത്തി ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിലേറ്റവും നമുക്ക് വിഷമകരമായ ഒരു അനുഭവം ആ ആക്രമണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയാത്ത 2 ചെറുപ്പക്കാരിൽ ആ ഒരു ചെറുപ്പക്കാരനെ ഭാര്യയുടെ മുന്നിലിട്ട് ഈ തീവ്രവാദികൾ കൊല്ലുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി, നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ജാതിയുടെയോ കൊടിയുടെയോ നിറമൊന്നും നോക്കാതെ തന്നെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുക്കുവാൻ തീരുമാനിച്ചു. നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് 100% വിജയകരമായി പൂർത്തീകരിച്ചു. ഫാദർ ഗീവർഗീസ് പള്ളുവാതുക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ ഷീന കൊച്ചുമ്മച്ചൻ, ജോസഫ്, ട്രസ്റ്റി PT കൊച്ചുമ്മച്ചാൻ, സ്വാമി നിത്യാനന്ദ ഭാരതി, കിഷോർ, രാധാകൃഷ്ണൻ, രാജീവ് ബാലകൃഷ്ണൻ, ഷാമുൽ ജോർജ്, വനദേവ്, ഹർഷ കൊച്ചുമ്മച്ചൻ, ജോയൽ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ചണ്ടി പോലെ ഇന്ത്യയിലെ ജനതയെ ഊറ്റിയെടുത്തതിന് ശേഷം കളഞ്ഞിട്ട് പോയി. അന്നവർ പാകിയ ഒരു വിത്തിന്റെ മുളയും അതിൻ്റെ വളർച്ചയും വളവുമാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 രാജ്യങ്ങൾ ഉണ്ടാകുകയും അതിലൊരു രാജ്യം മതേതര രാജ്യമായി വന്നപ്പോൾ മറ്റൊരു രാജ്യം മതാധിഷ്ഠിത രാജ്യമായി മാറി. മതാധിഷ്ഠിതമായ രാജ്യമായി മാറിയ പാകിസ്ഥാൻ അന്ന് മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിനപ്പുറം ആ രാജ്യം ഒരു തീവ്രവാദ പ്രോത്സാഹനം നടത്തുന്നു എന്നതിനപ്പുറം അവിടുത്തെ ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമായി തീവ്രവാദം വളർന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യയുമായി പല പ്രാവശ്യം യുദ്ധത്തിൽ അവർക്ക് ഏർപ്പെടേണ്ടി വന്നു. ആ യുദ്ധത്തിലൊക്കെ അവരുടെ സമ്പൂർണ്ണ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മലയോര മേഖലയിൽ പുലിപ്പേടി, ക്യാമറ സ്ഥാപിച്ച് വനം വകുപ്പ്. അഞ്ചൽ റേഞ്ച് ഉൾപ്പെടുന്ന പത്തടിത്തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. അപ്പോൾ ഇപ്പോൾ ആളുകൾ വലിയൊരു ഭീതി നിലവിലുണ്ട്. അപ്പം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിയപ്പോൾ അത് പുലിയല്ല എന്നുള്ളൊരു നിഗമനം പറയുന്നുണ്ട്. അപ്പോൾ ആളുകളിൽ എന്തായാലും കണ്ടു എന്ന് പറഞ്ഞൊരു ഭീതി നിലവിലവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഭീതി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. കാരണം അവിടെ തോട്ടം മേഖലയാണ്, കൂടുതലും കൃഷിക്കാരും തോട്ടം തൊഴിലാളികളും എല്ലാം ഉള്ള മേഖല. അവരെല്ലാം ഈ രാവിലെ വെട്ടാൻ പോകുന്നത് അതുപോലെ ഓയിൽ ഫാമിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. വനം വകുപ്പ് അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്ന പത്തടി തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇതോടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. വനാതിർത്തിയിൽ താമസിക്കുന്ന വീട്ടമ്മയും ഓട്ടോറിക്ഷ ഡ്രൈവറും പുലിയെ കണ്ടുവെന്ന് പറയുന്നുണ്ട്. നാട്ടുകാർ പുലിയെന്ന് ആവർത്തിക്കുമ്പോഴും പുലിയല്ലെന്ന നിലപാടിലാണ് വനം വകുപ്പ്. അതേസമയം നാട്ടുകാരുടെ ഭീതിയകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഡിവൈഎഫ്ഐ അഞ്ചൽ മേഖലാ കമ്മിറ്റി നിവേദനം നൽകി. സെക്രട്ടറി ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റേഞ്ച് ഓഫീസർ അജികുമാറിന് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയത്. ഡിവൈഎഫ്ഐ നൽകിയ നിവേദനത്തെ തുടർന്ന് പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലത്ത് വനം വകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. കുതിരച്ചിറയിലും ഓയിൽ പാം കൺവെൻഷൻ സെന്ററിന് സമീപത്തുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നിരീക്ഷണം കൂടി ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. 2 ദിവസമായിട്ട് ഇങ്ങനൊരു വാർത്ത നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനനുസരിച്ച് അഞ്ചൽ RRTയും അയർനല്ലൂർ സെഷൻ സ്റ്റാഫും അവിടെ പോയി വിദഗ്ധമായി പരിശോധിച്ച സമയം അവർ നമുക്ക് അയച്ചുതന്ന കാൽപ്പാടുകൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ അത് പുലിയുടെയോ കടുവയുടെയോ അല്ല എന്നൊരറിവാണ് നമുക്ക് കിട്ടിയത്. എങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത് ഇത്തരമുള്ള പേടിയും ഭയവും ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ ക്യാമറ സ്ഥാപിക്കുന്നതായിരിക്കും. ക്യാമറ സ്ഥാപിച്ച് അതിൽ പുലിയുടെയോ കടുവയുടെയോ മറ്റോ ചിത്രം ലഭിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പെർമിഷനോടുകൂടി കൂട് സ്ഥാപിച്ച് ഇന്നെ പിടിക്കുകയാണ് നടപടി സ്വീകരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പത്തടിയൽ ഫാമിന് പരിസരത്ത് നാട്ടുകാർ പുലിയെ കണ്ടതായി വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. പുലിയുടേതിന് സമാനമായ CCTV ദൃശ്യങ്ങളും കൈമാറിയിരുന്നു. ഇത് പുലിയല്ലെന്നും കാട്ടുപൂച്ചയാണെന്നും പറയുന്ന വനംവകുപ്പ് പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം നൽകാത്തത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഭാരതീപുരത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു ആളുകളുടെ ഒരു അഭിപ്രായം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതീപുരം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ പുലിയെ കണ്ടു എന്ന് പറയുന്ന ആളുകളെ അടക്കം പോയി കണ്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട്
അതിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് റേഞ്ച് ഓഫീസർക്ക് ഡിവൈഎഫ്ഐയുടെ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് ഒരു നിവേദനം നൽകുകയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിവേദനത്തിൽ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ ഈ പുലിയാണോ അത് അല്ലയോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പുലിയാണെങ്കിൽ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു മാസം മുമ്പ് കുളത്തുപുഴയിൽ നാട്ടുകാർ കടുവയെ കണ്ടുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വനംവകുപ്പ് ഇത് മുഖവിലക്കെടുത്തില്ല. പിന്നീട് കല്ലടയാറ്റിൽ കടുവയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു കടുവയുമായുള്ള സംഘടനത്തെ തുടർന്ന് പരിക്കാണ് കടുവയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് പ്രദേശത്ത് കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. വനംവകുപ്പ് ക്രിയാത്മകമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് സമീപമാണ് മാലിന്യ നിക്ഷേപം ഏറെയും. മയ്യനാട് പഞ്ചായത്തിലെ മുക്കം തീരദേശ റോഡിലാണ് ഈ വിചിത്ര പ്രതിഭാസം. നേരത്തെ താന്നി തീരത്ത് മാലിന്യം തള്ളൽ കൂടിയപ്പോൾ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പരവൂർ കൊല്ലം തീരദേശപാതയിൽ താന്നി തീരത്തിന് സമീപം ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയി. 2 വർഷം മുമ്പ് പ്രദേശത്ത് മാലിന്യം തള്ളൽ തടയാൻ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയാണ് മോഷണം പോയത്. പിന്നീട് മാസങ്ങളായി ക്യാമറയില്ലാതെ ഇത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് തൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഇവ മോഷ്ടിച്ചതെന്ന വിവരം പഞ്ചായത്തിനോ നിയമപാലകർക്കോ ലഭിച്ചില്ല. അടുത്തിടെയാണ് വീണ്ടും ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ ഇതിന്റെ ചുവട്ടിലാണിപ്പോൾ മാലിന്യ നിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. 4 ക്യാമറ ഉണ്ട്. 4 ക്യാമറ അടിച്ചിട്ട് പോയി. മോട്ടോർ അടിച്ചിട്ട് പോയി. 3 ക്യാമറ കൊണ്ടുവന്ന് വീണ്ടും സെറ്റ് ചെയ്തു. ഇരിക്കാനാണ് കൊണ്ടുവച്ചാൽ ഒരു ഫലവുമില്ല. ക്യാമറ മാലിന്യം കൊണ്ട് നിറയാണ്. അതിന്റെ വീട്ടിൽ തന്നെ തട്ടയാണ്. ഒരു ഫലവുമില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതാണ് മാലിന്യം തള്ളുന്നത് വർദ്ധിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയോരത്ത് മരം വീണ് ഗതാഗത തടസ്സം പതിവ്. കൊല്ലം ചെങ്കോട്ട റോഡിലാണ് മരം വീഴ്ച തുടർക്കഥയാകുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ 7 കോണിനും ചീരങ്കാവിനും മധ്യേ തേക്ക് മരം കടപുഴകി. മലയോര മേഖലയിൽ പുലിപ്പേടി. ക്യാമറ സ്ഥാപിച്ച് വനംവകുപ്പ്. അഞ്ചൽ റേഞ്ച് ഉൾപ്പെടുന്ന പത്തടി തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ. പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്ന് ആരോപണം. LDFന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും. LDF പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച. പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടക്കും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.